എക്സലിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് അക്രിലിക് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്യാനായി ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്, അതിനകത്ത് ഇങ്ങനെ കുറേ കള്ളികളുണ്ട്. പിന്നെ ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എക്സലിന് നമ്മൾ തള്ളവിരൽ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. തള്ളവിരലും നന്നായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ സ്റ്റിക്ക് വെച്ച് ഹോൾഡ് ചെയ്ത് പെയിൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ബോധം അപ്പോൾ പോയില്ല. പിന്നീടാണ് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും വെക്കണമല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ഇങ്ങനെ കുറച്ച് വടി എടുത്തുകൊണ്ട് വന്നിട്ട് ചെറിയ ചെറിയ സ്റ്റിക്ക് അതെടുത്തുകൊണ്ട് വന്നിട്ട് അതിലങ്ങനെ ഇട്ട് വെച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തത്. അപ്പം നമ്മൾ കളേഴ്സിനെ ഇപ്പം ബ്ലൂവിനെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, യെല്ലോനെയും അതുപോലെ തന്നെ വൈറ്റായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടാണ്. ഓരോ കളറിനെയും വൈറ്റ് കൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കളറ് കിട്ടുമല്ലോ. അങ്ങനെ വലിയ പെയിൻറ്റ് ചെയ്യണ ആളൊന്നുമല്ല, എന്നാലും ഇങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള കാരണം അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഓരോ എക്സലിലും നമ്മൾ ഡിഫറെൻ്റായിട്ടുള്ള കളറും ഡിഫറെൻ്റായിട്ട് ഡിസൈൻസും കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, പണ്ട് കാർട്ടൂണിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു താറാവിൻ്റെ ആ ഒരു ഫേസ് വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ചിക്കുണ്ട്. പിന്നെ സ്ട്രോബെറി വരച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് കുറേ ഫ്ലവേഴ്സ് കിട്ടിയ ഡിസൈനൊക്കെ ഓരോന്നിലും അങ്ങനെ ഇട്ട് വരച്ച് കൊടുത്തു. അങ്ങനെ നമ്മളത് സ്നേക്ക് പ്ലാന്റിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ സ്നേക്ക് പ്ലാന്റ് ബ്യൂട്ടിഫുള്ളായി. എല്ലാത്തിനും നമ്മളിത് നിരത്തി വെച്ചപ്പോൾ നല്ല ഭംഗിയിൽ കാണാനായിട്ട്. എല്ലാവരുടെ വീട്ടിൽ എഗ്ഗൊക്കെ മേടിക്കുമ്പോൾ പെയിൻറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ പെയിൻറ്റ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ പെയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലിനി എഗ്ഗിൽ പെയിൻറ്റ് ചെയ്ത് നോക്കി എന്തെങ്കിലുമൊക്കെ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ആ ചെടിയിലൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.